ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയില് ഞാനൊരു 7-8 വർഷം മുന്നേ പാടിയ ഒരു കവിതയുണ്ട്, രേണുക എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറെ പേര് കണ്ടിട്ടുണ്ടാവണം, എന്നാലും കാണാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കവിതേനെ പറ്റി പറയാനും ആ കവിത ഇവിടെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതെന്തിനാ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഒരു ഗലേറിയ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് ആ കവിത ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അവര് എന്നെ പോലെ കുറെ കുട്ടികളുടെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ രേണുക മാത്രമല്ല, വേറെയും കുറെ കവിതകൾ ആ സമയത്ത് പാടിയിട്ട് ഗലേറിയ എന്റർടൈൻമെന്റ്സ് അത് ഷൂട്ട് ചെയ്ത് അവരുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് രേണുക എന്നുള്ള ഈ ഒരു കവിത ഭയങ്കരമായിട്ട് വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ഒരു കവിത പാടിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ സമയത്ത് എന്നോട് വന്നിട്ട് രേണുക പാടിയ കുട്ടിയല്ലേ, രേണുക പാടിയ കുട്ടിയല്ലേ എന്ന് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും എന്നോട് ആൾക്കാർ രേണുക പാടിയ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് Q&A ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ എൻ്റെ അടുത്ത് രേണുക പാടാമോ എന്നൊക്കെ മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ ഇപ്പോഴും എന്നെ ആ രേണുക പാടിയ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ ഞാൻ ഒരു എത്രയോ വർഷം മുന്നേ പാടിയ ഒരു സാധനം വെച്ചിട്ട് ഇപ്പോഴും എന്നെ ആൾക്കാർ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നോണ്ട് തന്നെ ആ ഒരു വീഡിയോ എന്റെ ചാനലിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, അന്ന് പാടിയ ആ വീഡിയോ. അപ്പോൾ അതൊന്നുകൂടെ ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ പേര് ഈ ഒരു എന്റെ ഈ രേണുക കേട്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പഠിച്ചവരുണ്ട്. അത് ഇൻസിഡന്റ് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, എന്റെ കൂടെ ഡിഗ്രി പഠിച്ചൊരു കുട്ടിയുണ്ട്. അപ്പം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് അവൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എന്ന് പറയായിരുന്നു, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവള് പറയായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു നിന്നെ എവിടെയാ കണ്ടേന്ന്. നിന്റെ രേണുക എന്നുള്ള കവിത കേട്ടിട്ട് ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ കവിത പഠിച്ചത്. എന്തോ ഒരു കോമ്പറ്റീഷനോ എന്തിനാന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തിനോ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിച്ചത് എന്നൊക്കെ ഉള്ള പോലെ. പിന്നെ ആ സമയത്തും ഒരുപാട് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കേൾക്കാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അത് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ കവിത ഞാൻ ഇതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഐ മീൻ ഈ വീഡിയോന്റെ ലാസ്റ്റിലായിട്ട് ഞാൻ ആ കവിത ഫുള്ളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. അതില് എന്റെ ലുക്കേ വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാൻ 11ൽ പഠിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണത്. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര നീളമുള്ള മുടി, നല്ല ഉള്ളുള്ള മുടിയും ഭയങ്കര നൈസായിട്ടുള്ള മുടിയായിരുന്നു. നല്ല ഉള്ളുള്ള, എനിക്ക് ആ മുടി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പിന്നെ മറ്റേ വൈറ്റമിൻ ഡി എന്റെ മുടിയൊക്കെ കൊണ്ടുപോയി, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനകത്തെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാല് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ഒക്കെ ചെയ്യൂ. എന്തായാലും നിങ്ങൾക്ക് ആ കവിത കേട്ടിട്ട് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യൂ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ കമന്റ് ചെയ്യൂ. കാരണം എനിക്കത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ്. കാരണം എന്നെ ആദ്യമായിട്ട് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ ഒരു കവിതേന്റെ പേരിലാണ്. അപ്പം അതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് കേൾക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ കമന്റ് എഴുതിയിട്ട് അറിയിക്കും കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുന്നതായിരിക്കും. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ.
നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘന ഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി, ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി, ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾക്കിരുളിൽ നാം രൂപങ്ങളില്ലാക്കി നാവുകൾ. പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ, വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ, നിറയുന്നു കണ്ണുനീർ തുള്ളി പോലെ. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ, വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ, നിറയുന്നു കണ്ണുനീർ തുള്ളി പോലെ.